ഒരാൾ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയണം. അവനവൻ്റെ വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സലാം പറയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ സൂറത്തുൻ നൂറിലെ 61-ാമത്തെ ആയത്ത് കൂടി ഉദ്ധരിക്കുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ തയ്യിബ. എന്താണ് ആയത്തിൽ പറയുന്നത്? സൂറത്തുൻ നൂറിലെ 61-ാമത്തെ വചനം. ഫൈദാ ദഖൽതും ബുയൂതൻ, നിങ്ങൾ വീടുകളിൽ പ്രവേശിക്കുന്നതായാൽ ഒരാൾ തൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൻ എന്ത് ചെയ്യണം? സലാം പറയണം. ഫസല്ലിമു, നിങ്ങൾ സലാം പറയുവീൻ, അലാ അൻഫുസിക്കും, നിങ്ങളുടെ മേൽ തന്നെ സലാം പറയാം. അഥവാ നമ്മളൊക്കെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് സ്വദേഹങ്ങളെ പോലെയാണ്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടവരാണ്. പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൽ, തൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തൻ്റെ ഭാര്യ, മക്കൾ, കുടുംബാംഗങ്ങൾ, അവരോടൊക്കെ സലാം പറയുന്നത് തന്നോട് തന്നെ സലാം പറയലാണ്. തനിക്ക് വേണ്ടി തന്നെയുള്ള പ്രാർത്ഥനയാണ്, തനിക്ക് തന്നെ അത് ഗുണമാണ്. അപ്പോൾ മുസ്ലിമുകൾ ഒരൊറ്റ ശരീരം പോലെയാണ് എന്ന് പറയുമ്പോൾ, മറ്റൊരാളോട് സലാം പറയുമ്പോൾ അത് തനിക്ക് കൂടിയുള്ള ഗുണമാണ് കേട്ടോ. ഫസല്ലിമു അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങളുടെ മേൽ തന്നെ സലാം പറയുവീൻ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ സലാം പറയുവീൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. എന്നിട്ട് ആ സലാമിനെ കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ്? തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഉപചാര വാക്കാണ്. അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള അഭിവാദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതിന്റെ തുടക്കം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ച കാലം തൊട്ട് തുടങ്ങിയതാണ് ഈ തഹിയ്യത്ത്, ഈ ഉപചാര പ്രകടനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മുബാറകത്തൻ, ഇത് അനുഗ്രഹങ്ങൾ നിറഞ്ഞ അഭിവാദ്യമാണ്. ഇത്ര അനുഗ്രഹങ്ങൾ നിറഞ്ഞ ബറക്കത്തുള്ള വേറൊരു അഭിവാദ്യ രീതി നമുക്ക് കാണുവാൻ സാധ്യമല്ല. ഏതവസരത്തിലും പറയാവുന്ന അനുഗ്രഹത്തിന്റെ വചനങ്ങളാണ്. ത്വയ്യിബത്തൻ, അതിവിശിഷ്ടമാണ്, ഉത്തമമാണ്, എവിടേക്കും ഉത്തമമാണത്, എപ്പോഴും ഉത്തമമാണത്. ഒരാൾ വളരെ സാഡ് മൂഡിലിരിക്കുന്ന, ദുഃഖിതനായിട്ടിരിക്കുന്ന ഒരാളോടും പോയിട്ട് അസ്സലാമു അലൈക്കും പറയാം. അതേ അവസരത്തിൽ അയാൾ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ, വളരെ ബുദ്ധിമുട്ടി ദുഃഖിതനായിട്ടിരിക്കുന്ന ഒരാളോട് ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറയുമ്പോൾ അയാൾക്ക് അരോചകമായിട്ടാണ് തോന്നുന്നത്, നല്ല ഗുഡാണെന്നല്ല അയാൾക്ക് തോന്നുന്നത്. പക്ഷെ ഇതിലെന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും. ഒരു മരണ വീട്ടിൽ കടന്നു ചെന്നാലും അസ്സലാമു അലൈക്കും. ഒരു മരിച്ച ദുഃഖതയോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയോടും അസ്സലാമു അലൈക്കും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോടും അസ്സലാമു അലൈക്കും. ആരോടും പറയാവുന്ന അതാണ് അള്ളാഹുവിങ്കൽ നിന്നുള്ള തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹ്. 3 ഗുണങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞു. ഇത് അള്ളാഹുവിങ്കൽ നിന്നുള്ള തഹിയ്യത്തിന്റെ വാചകങ്ങളാണ്. തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹ്, മുബാറകത്തൻ, അനുഗ്രഹപൂർണ്ണമാണ്, തയ്യിബ, അതിവിശിഷ്ടമാണ്. ഇതിനേക്കാൾ ഒരു നല്ല അഭിവാദ്യ രീതി ഒരു അഭിവാദ്യ രീതിയിലും കാണാൻ സാധിക്കില്ല. അത് നമസ്തയിലുമില്ല, നമസ്കാരം എന്നുള്ളതിലുമില്ല, ഗുഡ് മോർണിംഗിലുമില്ല, ഗുഡ് ആഫ്റ്റർനൂണിലുമില്ല, ഗുഡ് നൈറ്റിലുമില്ല, ഒന്നിലുമില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന ഇതാണ് തയ്യിബത്തൻ, ഏറ്റവും നല്ല ഉപചാര രീതി അല്ലെങ്കിൽ അഭിവാദ്യ പ്രകടന രീതി. ഇനി ഒരു ഹദീസ്. وعن أنس رضي الله تعالى عنه قال لي رسول الله صلى الله عليه وسلم يا بني إذا دخلت على أهلك فسلم يكن بركة عليك وعلى أهل بيتك رواه الترمذي وقال حديث حسن صحيح. എന്താണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാല ലീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഒരിക്കൽ പറയുകയുണ്ടായി, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ 10 കൊല്ലത്തോളം ഖാദിമായി ജീവിച്ച, ചെറുപ്പം തൊട്ട് ഖാദിമായി ജീവിച്ച, ചെറുപ്രായക്കാരനായിരിക്കെ തന്നെ ഖാദിമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സേവകനായി ജീവിച്ച, അത്രയും സ്നേഹമായിരുന്നു, ഒരു പിതൃതുല്യമായ സ്നേഹം കിട്ടിയ ആളാണ് മഹാനായ അനസ് റളിയല്ലാഹു തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു അവിടുത്തെ പെരുമാറ്റ രീതി. അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത് കണ്ട അഭിസംബോധന ചെയ്യ, അനസേ എന്നല്ല, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക, നീ നിന്റെ കുടുംബാംഗങ്ങളുടെ അരികിലേക്ക് പ്രവേശിക്കുന്നതായാൽ ഫസല്ലിം, നീ സലാം പറയണം. യകുൻ ബറക്കത്തൻ അലൈക, അത് നിനക്കതുകൊണ്ട് ബറക്കത്തുണ്ട്, നിനക്കതിൽ ബറക്കത്തുണ്ട്. വഅലാ അഹ്ലി ബൈതിക, നിന്റെ കുടുംബാംഗങ്ങൾക്കും നിന്റെ കുടുംബത്തിനും നിന്റെ വീട്ടുകാർക്കും അതിൽ ബറക്കത്തുണ്ട്. അപ്പൊ സലാം പറയുമ്പോൾ നമുക്കും അതിലൂടെ ബറക്കത്ത് ലഭ്യമാണ്. ആ സലാം കേൾക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അതിലൂടെ ബറക്കത്തിനത് കാരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മുടെ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ വീട്ടുകാരോട് സലാം പറയണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു രീതിയാണ്.